ഈ ഒരൊറ്റൊരു സൈക്കോളജി മനസ്സിലാക്കിയാൽ തന്നെ ആളുകൾ എങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു മനസ്സിലാവുന്നതാണ്. സോ എന്താണെന്നുള്ളതല്ലേ പീക്ക് എൻഡ് റൂൾ സൈക്കോളജി. അതായത് ഒരു ആൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവരുടെ മനസ്സുകൊണ്ട് ഒരു കാര്യത്തെ തുടർന്ന് വിലയിരുത്തുന്നത് ഒരിക്കലും അതിന്റെ ഫുൾ ഫങ്ഷനിങ് കണ്ടിട്ടല്ല, മറിച്ച് ആ ഒരു കാര്യത്തിലുള്ള ഏറ്റവും നല്ലൊരു പീക്ക് മൊമെന്റും എൻഡ് മൊമെന്റും അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടലിൽ പോയി, ആ ഒരു ഹോട്ടലിലെ ഫുഡ് ആവട്ടെ വളരെയധികം മനോഹരമായിരുന്നു, നല്ല രസമായിരുന്നു കഴിക്കാൻ. പക്ഷെ ആ ഒരു ഫുഡ് കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫിന്റെ ബിഹേവിയർ വളരെയധികം മോശമായിരുന്നു. സോ ആ ഒരു സമയത്ത് നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് ആ അവിടുത്തെ ഹോട്ടലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഷിനെ കുറിച്ചിട്ടോ ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കാരണം ഇത് വളരെയധികം മോശമായിട്ടുള്ള ഹോട്ടലാണ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഫുഡാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും കൂടുതൽ ചാൻസ് എന്നുള്ളത് അല്ലെ. അതുപോലെ ഇനിയിപ്പോ മറ്റൊരു ഉദാഹരണം, നിങ്ങൾ നല്ലൊരു ഫിലിം കാണാൻ പോവാണ്, ഏകദേശം 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഫിലിമാണ്. അതിൽ ഏകദേശം 1 മണിക്കൂറും 50 മിനിറ്റും വളരെയധികം ത്രില്ലായിരുന്നു, മനോഹരമായിരുന്നു. പക്ഷെ അവസാനത്തെ 10 മിനിറ്റ് പറഞ്ഞാൽ വളരെ ബോറായിരുന്നു. സോ ആ ഒരു സമയത്ത് നിങ്ങളോട് ആരെയും വന്നിട്ട് ആ ഒരു ഫിലിമിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് കാരണം ആ ഫിലിം വളരെയധികം മോശമാണ് അല്ലെങ്കിൽ ഇത് കാണാൻ കൊള്ളാവുന്നതാണെന്നുള്ള രീതിയിലുള്ള ഒരു നെഗറ്റീവ് റിവ്യൂ തന്നെയായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് കൂടുതലായിട്ട് വരാൻ ചാൻസ് എന്നുള്ളത് അല്ലേ. ഇതാണ് പീക്ക് എൻഡ് റൂൾ എന്നുള്ളത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനും ഇതുപോലത്തെ നല്ല മാർക്കറ്റിംഗ് റിലേറ്റഡ് ക്വാളിറ്റി കോണ്ടന്റ്സ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഡു ഫോളോ. ബൈ.